നമസ്കാരം. കർണാടകയിലെ ബെലഗാവി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിവോട്ട് മോട്ടോഴ്സ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറാണ് NX100. തെറ്റിദ്ധരിക്കരുത്, റിവോട്ട് മോട്ടോഴ്സിന് റിവോൾട്ട് മോട്ടോഴ്സുമായിട്ട്, അതായത് നമ്മുടെ ബൈക്കിന്റെ ആ ഒരു കമ്പനിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് റിവോട്ടാണ്, മറ്റേത് റിവോൾട്ട് ആണ്. ഏകദേശം 3 വർഷത്തോളമായി, അതായത് 2023 ഒക്ടോബർ 25-നാണ് റിവോട്ട് മോട്ടോഴ്സ് അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടറായ NX100 ലോഞ്ച് ചെയ്തത്. അതിനുശേഷം 1-2 തവണ ഇവർ ചെറിയ രീതിയിലുള്ള അപ്ഡേറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും കാര്യമായ അപ്ഡേറ്റ് ഒന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവരുടെ വെബ്സൈറ്റ് വഴി നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവർ നൽകിയിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മുന്നേ, അതായത് 2026 ജൂലൈ 5-ന് റിവോട്ട് മോട്ടോഴ്സിന്റെ തന്നെ സോഷ്യൽ മീഡിയ പേജിൽ, എനിക്ക് തോന്നുന്നത് യൂട്യൂബിലാണെന്ന് തോന്നുന്നു, ഇവരുടെ വണ്ടികൾ ഡെലിവറി നൽകുന്നതിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ കുറച്ച് വണ്ടികൾ മാത്രമാണ് അന്ന് ഡെലിവറി നടത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനു മുമ്പും നമ്മൾ പല സ്റ്റാർട്ടപ്പ് കമ്പനികളും ഇതേപോലെ ചെയ്യുന്നത് കണ്ടതാണ്. അതായത് ഇതേപോലെ പുതിയ വണ്ടികൾ ലോഞ്ച് ചെയ്ത് ബുക്കിംഗ് എടുക്കും. പക്ഷെ ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സിന് വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അവസാനം ഭൂരിഭാഗം പേരും ഈ ബുക്കിംഗ് ക്യാൻസൽ ചെയ്യാറാണ് പതിവ്. സിമ്പിൾ വണ്ടിന്റെ വണ്ടികൾ ബുക്ക് ചെയ്ത് 2 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ അൾട്രാവയലറ്റിന്റെ ടെസറാക്റ്റും 1 വർഷത്തിന് മുകളിലായിട്ട് ആളുകൾ ബുക്ക് ചെയ്ത് കാത്തിരിക്കുകയാണ്. ഈ വർഷവും ലഭിക്കില്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. 2027-ലാണ് അതിന്റെ ഡെലിവറി എന്നാണ് അവര് പറയുന്നത് കേട്ടോ. ഈ ഭൂരിഭാഗം സ്റ്റാർട്ടപ്പ് കമ്പനികളുടെയും ലോഞ്ച് കൊണ്ട് അവർ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് 2 കാര്യങ്ങളാണ്. നല്ല രീതിയിലുള്ള ബുക്കിംഗ് ലഭിക്കണം, പിന്നെ ഇവരുടെ കമ്പനി ഏതെങ്കിലും വലിയ കുത്തകകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് കമ്പനി ഏറ്റെടുക്കണം. ഇനിയിപ്പോ അതൊന്നും അല്ലെങ്കിൽ നല്ല ഷെയർ ഫണ്ടിങ് ലഭിക്കണം. എന്നാലേ ഏതൊരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, എന്നാലേ അവർക്കൊരു നിലനിൽപ്പുള്ളൂ. ഈ വണ്ടി ഇവർ ലോഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാവുന്നത് വരെ ഈ കമ്പനി കാത്തിരിക്കും. എന്ന് വെച്ചാൽ അത്രയും കാലം ഈ വണ്ടി ബുക്ക് ചെയ്ത കസ്റ്റമേഴ്സും കാത്തിരിക്കണമെന്നർത്ഥം. റിവോട്ട് NX100ന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഇവര് ലോഞ്ച് ചെയ്ത് 3 വർഷത്തിന് ശേഷം കുറച്ചു പേർക്ക് വണ്ടി ഡെലിവറി ചെയ്തത് കൊണ്ടായില്ല. ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ ഉടനീളമൊന്നും ഇല്ലെങ്കിലും സൗത്തിലെ പല ഭാഗങ്ങളിലും ഇവരുടെ ഷോറൂം തുറക്കണം. അതാണ് റിവോട്ട് മോട്ടോഴ്സിന്റെ അടുത്ത പദ്ധതി എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും അതിനിനിയും ഒരുപാട് സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. മറ്റ് വണ്ടികൾക്കൊന്നുമില്ലാത്ത, അതുപോലെ തന്നെ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന സ്മാർട്ട് ഫീച്ചറുകൾ കൊണ്ടുവരാനാണ് എല്ലാ സ്റ്റാർട്ടപ്പ് കമ്പനികളും ശ്രമിക്കുന്നത്, അല്ലെ? നമുക്കറിയാം, ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളിൽ നിലവിൽ ഈ ക്രൂസ് കൺട്രോളും ഹിൽ ഹോൾഡും ഒക്കെ സർവ്വസാധാരണമായിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇറങ്ങാൻ പോകുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ വണ്ടികളിലും ഇതൊക്കെ കോമൺ ആയിരിക്കും. റിവോട്ട് NX100-ൽ അങ്ങനെ എടുത്തു പറയാൻ പറ്റിയ ഒരു ഫീച്ചർ, അത് ഈ വണ്ടിയുടെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് തുറക്കാൻ സാധിക്കുന്ന ആ ഒരു രീതിയാണ്. നമ്മളിപ്പം പർച്ചേസിനൊക്കെ പോയിട്ട് 2 കൈകളിലും സാധനങ്ങളുമായി വരുന്ന സമയത്ത് ഈ ഒരു ഫീച്ചർ വളരെ ഉപകാരപ്പെടും. വണ്ടിയുടെ കീ ഫോബ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ വണ്ടിയുടെ അടുത്തെത്തുന്ന സമയത്ത്, അതായത് 1.5 മീറ്റർ ഡിസ്റ്റൻസിൽ എത്തുന്ന സമയത്ത് വണ്ടി ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. പിന്നെ നമ്മൾ കാലുകൊണ്ട് വണ്ടിയുടെ ഫുട് ബോർഡിന്റെ താഴെ ഭാഗത്ത് ഇതിൽ കാണുന്ന പോലെ നമ്മൾ സ്വൈപ്പ് ചെയ്യണം. 1-2 തവണ സ്വൈപ്പ് ചെയ്യണം. ആ സമയത്ത് സീറ്റ് ഓപ്പൺ ആവും. ഈ ഒരു ഫീച്ചർ സത്യം പറയുകയാണെങ്കിൽ ഞാൻ മറ്റു വണ്ടികളിൽ ഒന്നും കണ്ടിട്ടില്ല ഇതുവരെ. അതേപോലെ ഹെഡ്ലൈറ്റ് യൂണിറ്റിൽ ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അൾട്രാവയലറ്റിന്റെ ടെസറാക്റ്റിൽ ക്യാമറയും സെൻസറും ഒക്കെ ഉണ്ടെങ്കിലും അതും നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ പലരും ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അതേപോലെ റിവോട്ട് NX100ന്റെ മറ്റൊരു ഗുണം, ചാർജർ നമ്മൾ എടുത്തു നടക്കേണ്ട കാര്യമില്ല എന്നതാണ്. ഓൺ ബോർഡ് ചാർജറാണ്. അതേപോലെ ഈ വണ്ടിയുടെ പിറകിലെ ഈ ഒരു ഡിസൈൻ ഐഡിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് പെട്രോൾ സ്കൂട്ടറിന്റെ സൈലൻസർ പോലെ ഇവിടെ പിറകിൽ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതൊരു എഡീഷണൽ ബാറ്ററിയാണ്. ഏകദേശം 1 kWh അടുത്ത് വരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. വേണമെങ്കിൽ നമുക്ക് ഓക്സിലറി ബാറ്ററി എന്നും പറയാം. അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളുടെ മെയിൻ ബാറ്ററി തീർന്നു പോകുന്ന സമയത്ത് എവിടെയെങ്കിലും പെട്ടുപോകാതിരിക്കാൻ ചിലപ്പം ഈ ബാറ്ററി നമ്മളെ സഹായിച്ചേക്കും. വേരിയന്റുകൾ അനുസരിച്ച് 5 മുതൽ 6 കിലോവാട്ട് വരെയുള്ള PMS മിഡ് ഡ്രൈവ് ബെൽ ഡ്രൈവ് മോട്ടറാണ് ഈ വണ്ടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് കെമിസ്ട്രിയിൽ വരുന്ന ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മെയിൻ ബാറ്ററി ഫിക്സ് ചെയ്തിരിക്കുന്നത് ഫ്ലോർ ബോർഡിലാണ്. ഇത് ഫിക്സ്ഡ് ആണ്, റിമൂവബിൾ അല്ല. അത് പറയാനുള്ള കാരണം, പണ്ട് ഇവര് നമ്മളെ ഈ വണ്ടി പരിചയപ്പെടുത്തിയ സമയത്ത് അത് റിമൂവബിൾ ആയിരുന്നു. പക്ഷേ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇത് ഫിക്സ്ഡ് ആണെന്നാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചത്. 45 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ് എല്ലാ വേരിയന്റുകളിലും വരുന്നത്. ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ്. വേരിയന്റുകൾ അനുസരിച്ച് 105 കിലോഗ്രാം മുതൽ 130 കിലോഗ്രാം വരെയാണ് ഈ വണ്ടിയുടെ ഭാരം. 162 മില്ലിമീറ്റർ ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഡുവൽ ഡിസ്ക് ബ്രേക്സും
കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റവും കോമൺ ആണ്. എല്ലാ വേരിയന്റുകളിലും നൽകിയിട്ടുണ്ട്. 12 ഇഞ്ചസിന്റെ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ മുന്നിൽ ടെലിസ്കോപ്പിക്കും പിന്നിൽ മോണോഷോക്ക് എബ്സോർബറുമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ആപ്പും കണക്ടിവിറ്റി സ്മാർട്ട് ഫീച്ചേഴ്സും എല്ലാം ഇപ്പം കോമൺ ആയിട്ട് എല്ലാ വണ്ടികളിലും വരുന്നുണ്ട്. 5 വേരിയന്റുകളാണ് റിവോൾട്ട് NX100-നുള്ളത്. ക്ലാസിക്, പ്രോ, മാക്സ്, സ്പോർട്സ്, ഓഫ്ലാൻഡ്. ഒരു സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിലാണ് ഇവർ ഇതിന്റെ ബേസ് മോഡലായ ക്ലാസിക് ഇറക്കിയിരിക്കുന്നത്. 89,000 രൂപയാണ് എക്സ്-ഷോറൂം വില. റോഡിൽ ഇറങ്ങുമ്പോഴേക്കും ടാക്സും രജിസ്ട്രേഷനും ഇൻഷുറൻസും എല്ലാം അടക്കം ഏകദേശം 1,10,000 രൂപയ്ക്കടുത്ത് നമ്മൾ നൽകേണ്ടി വരും. പക്ഷേ ഇതിന് റേഞ്ച് കുറവാണ് കേട്ടോ. ഏകദേശം 2 kWh ബാറ്ററി പാക്കിനടുത്താണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഫുൾ ചാർജിൽ 100 കിലോമീറ്റർ IDC റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും ഒരു 70 മുതൽ 80 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടേണ്ടതാണ്. അതെല്ലാം നമ്മുടെ റൈഡിംഗ് സ്റ്റൈൽ പോലെ ഇരിക്കും. 100 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. അതേപോലെ ഈ വണ്ടിയുടെ 750 വാട്ട്സിന്റെ ഓൺബോർഡ് ചാർജർ ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് ഫുൾ ചാർജ് ചെയ്യാൻ 2 മണിക്കൂർ മതിയെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതേപോലെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഉണ്ട്. ഇവരിതിന് ഫ്ലാഷ് ചാർജ് എന്നാണ് പറയുന്നത്. ഈ ഒരു വേരിയന്റ് 45 മിനിറ്റ് കൊണ്ട് 100% ഫ്ലാഷ് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. പ്രോ എന്ന് പറയുന്ന അടുത്ത വേരിയന്റിന്റെ എക്സ്-ഷോറൂം വില 1,29,000 രൂപയാണ്. റോഡിൽ ഇറങ്ങുമ്പോഴേക്കും 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നമ്മൾ നൽകേണ്ടി വരും. 3.84 kWh ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 200 കിലോമീറ്റർ IDC റേഞ്ചാണ് പറയുന്നതെങ്കിലും ഒരു 140 മുതൽ 150 കിലോമീറ്റർ വരെ റേഞ്ച് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 110 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ഈ വണ്ടിയുടെ 1000 വാട്ട്സ് ഓൺബോർഡ് ചാർജർ ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് നമുക്ക് ഫുൾ ചാർജ് ചെയ്യാൻ 4 മണിക്കൂറാണ് വേണ്ടത്. അതേപോലെ 1.5 മണിക്കൂർ കൊണ്ട് 100% ഫ്ലാഷ് ചാർജ് ചെയ്യാനും സാധിക്കും. മാക്സ് എന്ന് പറയുന്ന 5.7 kWh ബാറ്ററി പാക്കുള്ള അടുത്ത വേരിയന്റിന്റെ എക്സ്-ഷോറൂം വില 1,59,000 രൂപയാണ്. റോഡിൽ ഇറങ്ങുമ്പോഴേക്കും 1,80,000 രൂപയ്ക്കടുത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. 300 കിലോമീറ്റർ IDC റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നതെങ്കിലും ഒരു 200 മുതൽ 210 കിലോമീറ്ററിനടുത്ത് റേഞ്ച് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 110 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. അടുത്തത് സ്പോർട്സ് മോഡലാണ്. ഇതിന് പ്രോയുടെ അതേ ബാറ്ററി പാക്കും മോട്ടോർ പവറും ആണെങ്കിലും പെർഫോമൻസിൽ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ വില പ്രോയിനേക്കാളും ഒരു 10,000 രൂപ കൂടുതലാണ്. സ്പോർട്ടിന് 1,39,000 രൂപയാണ് എക്സ്-ഷോറൂം വില. റോഡിൽ ഇറങ്ങുമ്പോഴേക്കും 1,60,000 രൂപയ്ക്കടുത്ത് നമ്മൾ കൊടുക്കേണ്ടി വരും. 3.84 kWh ബാറ്ററി പാക്കിൽ നിന്നും 200 കിലോമീറ്റർ IDC റേഞ്ചാണ് കമ്പനി പറയുന്നതെങ്കിലും 130 മുതൽ 140 കിലോമീറ്റർ റേഞ്ച് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പെർഫോമൻസ് നല്ല കൂടുതലാണെങ്കിൽ റേഞ്ച് ഇനിയും കുറയാനുള്ള സാധ്യതയുമുണ്ട്. 110 km/h ആണ് ഈ വണ്ടിയുടെയും ടോപ്പ് സ്പീഡ്. ഇതിന്റെ 1000 വാട്ട്സ് ഓൺബോർഡ് ചാർജർ ഉപയോഗിച്ച് വീട്ടിൽ വെച്ച് നമുക്ക് 4 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ സാധിക്കും. 100% ഫ്ലാഷ് ചാർജ് ചെയ്യാൻ 1.5 മണിക്കൂറാണ് വേണ്ടത്. അടുത്ത ഓഫ്ലാൻഡർ ആണ് ഇവരുടെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഈ വണ്ടിയുടെ എക്സ്-ഷോറൂം വില വരുന്നത് 1,89,000 രൂപയാണ്. എന്ന് വെച്ചാൽ റോഡിൽ ഇറങ്ങുമ്പോഴേക്കും ഏകദേശം 2,10,000 രൂപയ്ക്കടുത്ത് നമ്മൾ നൽകേണ്ടി വരും. ഡാഷ് ക്യാമറയും അതുപോലെ തന്നെ നമ്മൾ കാലുപയോഗിച്ച് സീറ്റ് തുറക്കുന്ന ആ ഒരു ഫീച്ചേഴ്സും ഒക്കെ ഈ ഒരു വേരിയന്റിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ ഇൻബിൽഡ് ചാർജർ കോമൺ ആണ്, എല്ലാ വേരിയന്റിലും നമുക്ക് ലഭിക്കും. പക്ഷേ ഓക്സിലറി ബാറ്ററി എല്ലാ വേരിയന്റിലും ലഭിക്കുമോ എന്ന് കൃത്യമായിട്ട് അറിയില്ല. 5.7 kWh ബാറ്ററി പാക്കിൽ നിന്നും 300 കിലോമീറ്റർ റേഞ്ചാണ് കമ്പനി പറയുന്നതെങ്കിലും ഒരു 200 കിലോമീറ്ററിനടുത്ത് റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. 110 km/h തന്നെയാണ് ഈ വണ്ടിയുടെയും ടോപ്പ് സ്പീഡ്. ഇതിന്റെ 1000 വാട്ട്സ് ഓൺബോർഡ് ചാർജർ ഉപയോഗിച്ച് വീടിനകത്ത് വെച്ച് ഫുൾ ചാർജ് ചെയ്യാൻ 6 മണിക്കൂർ തന്നെയാണ് വേണ്ടത്. അതേപോലെ 100% ഫ്ലാഷ് ചാർജ് ചെയ്യാൻ 3.5 മണിക്കൂറുമാണ് വേണ്ടത്. റിവോൾട്ട് മോട്ടോഴ്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ കയറി നോക്കിയാൽ ഈ പറഞ്ഞ വണ്ടികളെല്ലാം റീഫണ്ടബിൾ എമൗണ്ട് ആയ 499 രൂപ കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ടെസ്റ്റ് റൈഡ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷനും അവരതിൽ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ കേരളവും കാണാം. പക്ഷെ ആരെങ്കിലും ഇതുവരെ കേരളത്തിൽ നിന്ന് ഈ വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. എൻ്റെ അറിവിൽ അങ്ങനെ ആരും ടെസ്റ്റ് ചെയ്തിട്ടില്ല. റിവോൾട്ട് മോട്ടോഴ്സ് എന്ന ഇന്ത്യൻ കമ്പനി ഇവിടെ വിജയിക്കണം എന്ന് തന്നെയാണ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരുപാട് പേരുടെ അനുഭവം കണക്കിലെടുത്തുകൊണ്ട് പറയാണ്, ഈ ഒരു സാഹചര്യത്തിൽ ആരും ഈ വണ്ടി ഇപ്പം ബുക്ക് ചെയ്യരുത്. ഷോറൂമുകളും സർവീസ് സെന്ററുകളും എല്ലാം തുറക്കട്ടെ. നേരിട്ട് അവിടെ പോയി വണ്ടി കണ്ട് ടെസ്റ്റ് റൈഡ് നടത്താനുള്ള ഓപ്ഷൻസ് ഉണ്ടാവട്ടെ. എന്നിട്ട് ഈ വണ്ടി ബുക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് നമുക്ക് അതിന് ശേഷം ചിന്തിക്കുന്നതാവും ബുദ്ധി. എന്തായാലും കാത്തിരിക്കാം.